Hi guys, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ആട്ടോ. നല്ല സോഫ്റ്റ് ബ്രെഡും ബീഫ് സ്റ്റൂ. ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം നമ്മുടെ ജോജുവേട്ടനാണ്. ജോജുവേട്ടൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം ജോജുവേട്ടൻ ഒരു ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതിൽ ജോജുവേട്ടൻ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാനായിട്ട് ആഗ്രഹമുള്ളത് നല്ല കുറാന്നിരിക്കുന്ന ബീഫ് സ്റ്റൂ നല്ല സോഫ്റ്റ് ബ്രെഡും. അതാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതും ഈസി കുക്കിംഗ് മെത്തേഡാണ്. ആർക്കും എപ്പോഴും വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം. ഇനി നമ്മുടെ ബീഫ് സ്റ്റൂവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. 1 കിലോ ബീഫ് നല്ല കഴുകി വൃത്തിയായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 വലിയ സബോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാഷ്യൂ കിസ്മിസ് ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. പിന്നെ സ്പൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും ആവശ്യത്തിന് സ്ക്വയർ ആയിട്ട് അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കുക്കറിലിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 4 വിസിൽ നമ്മൾ അപ്പൊ നമ്മുടെ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടേസ്റ്റിംഗ് ടൈം. മച്ചാമാരെ കൊതിയായിട്ട് പാടില്ല. ഞാൻ ഇനി ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം. ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു ഞാൻ കളത്തനം പറയുന്നുണ്ട്. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് തന്നെ അറിയണം. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തീർക്കും. നല്ലൊരു കോമ്പിനേഷൻ ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യണം. അസാധ്യ ടേസ്റ്റ് ആട്ടോ. ഒന്നും പറയണ്ട. പോലെ കുറാന്നിരിക്കുന്ന ബീഫ് സ്റ്റൂ. പിന്നെ ഞാനൊരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. ഇതിനകത്ത് മെയിൻ ആയിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് തേങ്ങാപ്പാൽ. അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ അത് മറക്കരുത്. പിന്നെ അത് കൂടാതെ ഞാൻ കാഷ്യൂനട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ അങ്ങ് വരുമ്പോൾ വേറെ ലെവലാണ് കേട്ടോ. പിന്നെ അഡീഷണൽ ഒരു ക്രീമും ഞാൻ അതിനകത്തോട്ട് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും ബൈ.